ആ ബുള്ളറ്റും കൊണ്ട് എന്നെ വന്ന് പേടിപ്പിച്ചത് വേറെ ആരുമല്ല, എൻ്റെ പുന്നാര ഹബ്ബിയായിരുന്നു. അല്ല, ഇങ്ങേരെന്താ ബുള്ളറ്റിൽ? ഇനി ഇങ്ങേരെ അമ്പലത്തിൽ വരുന്നില്ല? എന്തായാലും ചോദിച്ചു നോക്കാം. ഞാൻ ചോദിക്കാൻ മുന്നോട്ട് കയറിയപ്പോഴാണ് ആ പൂതന ചോദ്യത്തിന് തുടക്കം കുറിച്ചത്. ജിത്തു, നീ എന്താ ബുള്ളറ്റിൽ? അപ്പോൾ അമ്പലത്തിൽ വരുന്നില്ലേ? ഞാൻ ബുള്ളറ്റിൽ അമ്പലത്തിലേക്ക് പോകാൻ തന്നെ ഇറങ്ങിയത്. അല്ല, നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാ? നാത്തൂനോടും അലച്ചു പൂതനയോടുമായിരുന്നു ആ ചോദ്യം. അല്ല, ഇങ്ങേരെന്താ ഇങ്ങനെ ചോദിക്കുന്നേ? ഇങ്ങേർക്കറിയില്ലേ ഇവർ വന്ന കാര്യം? എൻ്റെ കണ്ണ, ഇവളുമാര് വരുന്ന കാര്യം ഞാൻ ജിത്തേട്ടനോട് സൂചിപ്പിച്ചിട്ട് പോലും ഇല്ലല്ലോ. ആ പൂതനയെ അമ്പലത്തിൽ ഞങ്ങളുടെ കൂടെ വരുന്നത് തടയാൻ ഞാൻ ചിന്തയിൽ മുഴുകിയിരുന്നത് കൊണ്ട് ജിത്തേട്ടനോട് ആ കാര്യം പറയാൻ മറന്നുപോയി. പെട്ടെന്നാണ്. ഏട്ടാ, ഞങ്ങളും അമ്പലത്തിലോട്ട് തന്നെയാ. ഏട്ടത്തി ഏട്ടനോടൊന്നും പറഞ്ഞില്ല? പെട്ടെന്ന് ജിത്തേട്ടൻ്റെ നോട്ടം എൻ്റെ നേർക്കായി. ജിത്തേട്ടൻ്റെ മാത്രമല്ല, എൻ്റെ നാത്തൂൻ്റെയും ആ പൂതനയുടെയും. അത് ജിത്തേട്ട, ഏട്ടൻ പെട്ടെന്ന് ഒരുങ്ങിയിറങ്ങണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇവരുടെ കാര്യം ഞാൻ മറന്നുപോയി. സോറി. ആ, അത് കുഴപ്പമില്ലടോ. പെട്ടെന്ന് ആ പൂതന, എന്ന് ജിത്തു, ഞാൻ നിൻ്റെ കൂടെ ബുള്ളറ്റിൽ വരാം. ഇവർ രണ്ടുപേരും നടന്നു വന്നോട്ടെ. കുറേ നാളായി ഈ നാടൊക്കെ കണ്ടിട്ട്. കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ ഞാനിവിടെ. എടി പൂതനെ, നിനക്കെൻ്റെ ജിത്തേട്ടൻ്റെ കൂടെ ബുള്ളറ്റിലിരുന്ന് നാട് കാണണം അല്ലടി? എൻ്റെ കണ്ണ, ഒരലക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇവളുടെ തല തല്ലി പൊളിക്കാമായിരുന്നു. എൻ്റെ കണ്ണ, എന്തായാലും ജിത്തേട്ടൻ അവളെ കൂടെ കൊണ്ടുപോകും. അത്രക്കുണ്ടല്ലോ അങ്ങേർക്കും അവളോട് അന്യത്തി സ്നേഹം. ഇനിയിപ്പോൾ ഞാനെന്താ ചെയ്യുക? ഉടുത്തൊരുങ്ങി അമ്പലത്തിൽ ജിത്തേട്ടൻ്റെ കൂടെ പോകാമെന്ന് വെച്ചപ്പോൾ ഈ പൂതനെല്ലാം കുളമാക്കി. എന്നാൽ ലച്ചുട്ടി കയറിക്കോ, നിങ്ങൾ രണ്ടുപേരും അമ്പലത്തിലോട്ട് നടന്നു എന്ന് ജിത്തേട്ടൻ പറഞ്ഞത് ആ പൂതന എന്നെ ഒന്ന് നോക്കി പുച്ഛിച്ചിട്ട് ജിത്തേട്ടൻ്റെ കൂടെ കയറിപ്പോയി. എന്നെ കാണിക്കാനാണെന്ന് തോന്നുന്നു അവൾ ജിത്തേട്ടൻ്റെ കൂടെ ചേർന്നിരുന്ന് പോയത്. എനിക്കിതൊക്കെ കണ്ടിട്ട് കരച്ചിൽ വരുക. പിന്നെ എല്ലാം ഞാൻ ഉള്ളിൽ ഒതുക്കി നാത്തൂൻ്റെ കൂടെ അമ്പലത്തിലോട്ട് നടന്നു. ഇടയ്ക്ക് വെച്ചാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. എൻ്റെ കൂടെ നടക്കുന്നയാൾ ഇതുവരെ കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. എപ്പോഴും വായി റെസ്റ്റ് കൊടുക്കാത്തവൾ ഇപ്പോൾ മൗനം പാലിച്ചത് കണ്ടപ്പോൾ ഞാൻ അവളെ ഒന്ന് സംശയത്തോടെ നോക്കി. പക്ഷെ അവളുടെ മുഖത്തൊരു ഭാവമാറ്റവുമില്ല. ഇവളെന്തപ്പോൾ ഇങ്ങനെ? കുറച്ചു മുൻപ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടും പെട്ടെന്ന് അമ്പലത്തിലെത്തി. ജിത്തേട്ടൻ അവിടെ ബുള്ളറ്റിന്മേൽ ചാരിയിരുന്ന് ആർക്കോ ഫോൺ ചെയ്യുക. ആ പൂതന അവിടെ സെൽഫി എടുക്കുക. ഞാൻ പെട്ടെന്ന് ജിത്തേട്ടൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് അമ്പലത്തിൽ കയറി തൊഴുത് പ്രാർത്ഥിച്ചു. അർച്ചനയും നടത്തിയിട്ടാണ് ഞങ്ങൾ ഇരുവരും ഇറങ്ങിയത്. അവളുമാര് രണ്ടും ഞങ്ങളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ആ പൂതന ബുള്ളറ്റിനടുത്തോട്ട് പോകുന്നത്. ഇനിയും ഇവള് ജിത്തേട്ടൻ്റെ കൂടെ ബുള്ളറ്റിൽ കയറിപ്പോയാൽ ഞാൻ ഉറപ്പായിട്ടും കരയും. എനിക്കതൊന്നും കണ്ടു നിൽക്കാനുള്ള ശേഷിയില്ല. ജിത്തേട്ടൻ ബുള്ളറ്റിൽ കയറി സ്റ്റാർട്ടാക്കിയതും ആ പൂതന ജിത്തേട്ടൻ്റെ കൂടെ ബാക്കിൽ കയറാൻ പോയപ്പോഴാണ് എൻ്റെ നാത്തൂൻ. ഏട്ടാ, എന്താടി? ഏട്ടാ, ഏട്ടത്തിയുടെ കാലുളുക്കി. എപ്പോ? എൻ്റെ കണ്ണാ, ഈ പാര നാത്തൂൻ ഇതൊക്കെ ഇതെന്തൊക്കെയാ പറയുന്നേ? പെട്ടെന്ന് ജിത്തേട്ടൻ ബുള്ളറ്റിൽ നിന്നിറങ്ങി വെപ്രാളപ്പെട്ടെൻ്റെ അടുത്ത് കുനിഞ്ഞിരുന്ന് എൻ്റെ കാല് പിടിച്ച് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. മറുപടിയൊക്കെ നാത്തൂൻ്റെ വായിൽ നിന്നാണ് വരുന്നത്. ഡി പെണ്ണെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നിനക്ക് നടക്കാൻ പ്രയാസമുണ്ടോ? ഏട്ടാ, അതല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്. ഏട്ടത്തിക്ക് നടക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ടല്ലേ ഏട്ടത്തി ഇവിടെ സ്റ്റെക്കായിട്ട് നിൽക്കുന്നത്. എൻ്റെ ഈ പാര നാത്തൂൻ എന്തിനാ ഇങ്ങനൊരു കള്ളം പറയുന്നത്? അപ്പോഴാണ് ആ പൂതനയുടെ കടന്നുവരവ്. ജിത്തു, അമ്പലത്തിൽ നിന്നിറങ്ങുന്നത് വരെ ഇവൾക്കൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. പിന്നെ എപ്പോഴാ ഇവൾ കാലുളക്കിയത്? എൻ്റെ കണ്ണ, ഇവളുടെ ഈ ചോദ്യം കേട്ടതും ജിത്തേട്ടൻ എന്നെ ഒന്ന് നോക്കി. അവളുടെ ചോദ്യത്തിൽ ഉത്തരം പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു ജിത്തേട്ടൻ. ഞാൻ എന്തു പറയുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് എന്നെ ഇതിൽ കുടുക്കിയ പാര നാത്തൂൻ തന്നെ എന്നെ രക്ഷിച്ചത്. എൻ്റെ ലച്ചു ചേച്ചി, കാലുടുക്കുന്നതിന് സമയം സന്ദർഭമൊക്കെ വേണോ? അത് എപ്പോൾ വേണമെങ്കിലും വരാം. ചേച്ചി എന്താ ഇത്രയും നേരം ഏട്ടത്തിയുടെ കാല് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു? അല്ല, അത് പിന്നെ ഞാൻ പെട്ടെന്ന്. പാരനാത്തൂൻ അവളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൊടുത്ത് ആ പൂതനയുടെ വായടുപ്പിച്ചു. ഇപ്പോൾ എനിക്ക് എൻ്റെ നാത്തൂനെ കുറിച്ചോർത്ത് അഭിമാനമുണ്ട്. അവളുടെ മോന്തൊന്ന് കാണണമായിരുന്നു. പെട്ടെന്ന് നാത്തൂൻ ജിത്തേട്ടൻ്റെ നേരെ തിരിഞ്ഞു. ഏട്ടാ, അമ്മയുടെ കയ്യിൽ കാലുടുക്കുന്നതിന് തേക്കുന്ന തൈലമുണ്ട്. അത് പുരട്ടിയാൽ വേദനയൊക്കെ പമ്പ കിടക്കും. അപ്പോഴാണ് ആ പൂതന, എന്തായാലും ചെറിയ വേദനയെ കാണത്തുള്ളൂ ജിത്തു. നിങ്ങൾ രണ്ടാളും ഇവിടെ നിന്നൊരു ഓട്ടോ വിളിച്ച് വന്നേക്ക്. ജിത്തു, നമുക്ക് പോകാം. എനിക്ക് ഇവിടുത്തെ അടുത്തുള്ള ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറാനുള്ളതാ. അവളുടെ സംസാരം കേട്ടിട്ട് അവൾക്കൊരെണ്ണം കൊടുക്കാൻ തോന്നുക. ഞാൻ ജിത്തേട്ടനെ ഒന്ന് നോക്കി. അങ്ങേരുടെ മുഖഭാവം എനിക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നില്ല. ഞാൻ എൻ്റെ നാത്തൂനെ ഒന്ന് നോക്കി. എൻ്റെ കണ്ണ ഒന്ന് കാണണം. അവൾ ആ പൂതനയെ നോക്കി ഭദ്രകാളിയെ പോലെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്നൊരു ഓട്ടോക്കാരൻ ഞങ്ങൾക്ക് മുമ്പിൽ വന്നു. എന്നിട്ട് ഞങ്ങളുടെ നേരെ തിരിഞ്ഞു. എൻ്റെ കണ്ണ, ഇനിയിപ്പോൾ ഇങ്ങേരെ എന്നെയും നാത്തൂനെയും ഇതിൽ പറഞ്ഞു വിട്ടിട്ട് ആ പൂതനയെയും കൊണ്ട് ബുള്ളറ്റിൽ പോകുമോ?
എൻ്റെ സംശയം ശരിയാണെന്ന വിധത്തിൽ ആ പൂതന സംസാരിച്ചു തുടങ്ങി. എന്നാൽ ശരി, നിങ്ങൾ രണ്ടുപേരും സമയം കളയാത്തതിൽ കയറിക്കോ. വാ ജിത്തു, നമുക്ക് പോകാം. ലച്ചൂട്ടി. എന്ത് ജിത്തു? നീ ഓട്ടോയിൽ കയറിക്കോ. എൻ്റെ കൂട്ടുകാരനെ ഇവൻ നിന്നെ എവിടെയാണെന്ന് വെച്ചാൽ ഇവൻ കൊണ്ടുവിടും. ജിത്തു. എന്താ ലച്ചൂട്ടി, നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അതല്ല ജിത്തു, വെറുതെ എന്തിനാ ഈ ഓട്ടോക്കാരനെ ബുദ്ധിമുട്ടിക്കുന്നേ? നിനക്കെന്നെ അവിടെ കൊണ്ടാക്കുന്ന കാര്യമല്ലേ ഉള്ളൂ. എനിക്കിപ്പോൾ പറ്റില്ല. നിന്റെ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? ഇവളുടെ കാല് വയ്യാതിരിക്കുന്നത് കാണുന്നില്ലേ? നിനക്ക് നിന്റെ ഫ്രണ്ടിലെ വീട്ടിലേക്ക് പോകണമെങ്കിൽ പോയാൽ മതി. നീയും ഇവരുടെ കൂടെ പൊക്കോ. നാത്തൂനോട് ആ പൂതനയോട് വണ്ടിയിൽ പോകാൻ പറഞ്ഞിട്ട് ജിത്തേട്ടൻ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കൈ പിടിച്ച്. എന്നിട്ട് ആ പൂതനയ്ക്ക് മതിയായില്ല. പക്ഷേ ജിത്തു, ഇവൾക്ക് ചെറിയ വേദനയെ കാണൂ. അത് നീയാണോ തീരുമാനിക്കുന്നേ? എൻ്റെ പെണ്ണിനത് ചെറിയ വേദനയാണെങ്കിൽ എനിക്കത് വലിയ വേദനയാ. നീ പോകുന്നുണ്ടെങ്കിൽ പോകാൻ നോക്ക്. വാ പെണ്ണേ. പാവം ചിത്തേട്ടൻ എനിക്ക് വേദനയുണ്ടെന്ന് വിചാരിച്ച് എന്നെ ചേർത്ത് പിടിച്ച് പതുക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നേ. ഞാനും പിന്നെ വേദനയുള്ളതുപോലെ നല്ലതായിട്ട് അങ്ങ് അഭിനയിച്ചു. ഇതൊക്കെ എൻ്റെയും നാത്തൂൻ്റെയും പണിയാണെന്ന് വല്ലതും അങ്ങേരറിഞ്ഞാൽ ആ പൂതനയും കൊണ്ട് ബുള്ളറ്റിൽ ഇരുത്തിക്കൊണ്ട് പോകേണ്ട കാഴ്ച പിന്നെയും കാണേണ്ടി വരും. പെട്ടെന്ന് ജിത്തേട്ടൻ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി എന്നെ ഒരു കൈ കൊണ്ട് ജിത്തേട്ടൻ ഇരിക്കാൻ സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ നേരത്ത് ഞാൻ തിരിഞ്ഞൊന്ന് നോക്കി. അപ്പം നാത്തൂൻ എനിക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു. വീട്ടിൽ വന്ന ജിത്തേട്ടൻ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പെട്ടെന്ന് തന്നെ അമ്മേൻ്റെ കാലൊരു തൈലം കൊണ്ട് പുരട്ടിയൊരു വിധമാക്കി. വേദന കുറവുണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം ഒരു മൂളലിൽ ഒതുക്കി. ഇവരോടൊക്കെയുള്ള കള്ളം പറഞ്ഞുകൊണ്ട് മനസ്സിനെന്തോ ഒരു കുറ്റബോധം. ആ സമയത്താണ് ആ പൂതനയും നാത്തൂൻ രംഗപ്രവേശനം നടത്തിയത്. പൂതനയുടെ കണ്ണുകളിൽ എന്നോട് പക വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. നാത്തൂൻ ആ പൂതനയുടെ മുഖത്തെ ഭാവം കണ്ട് എന്നെ നോക്കി കണ്ണിറുക്കി കാണിച്ചപ്പോൾ ഞാൻ അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു. ഞാൻ ആ പൂതനയെ കാണിക്കാൻ വേദനയുള്ളതുപോലെ അഭിനയിച്ച് പതുക്കെ നടന്ന് റൂമിലോട്ട് പോകാൻ സ്റ്റെപ്പിൻ്റെ അടുത്തെത്തിയതും നാത്തൂൻ ഓടി വന്ന് എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചിട്ട് എൻ്റെ കാലിൽ ഒരൊറ്റ ചവിട്ട്. ഓർക്കപ്പുറത്ത് കിട്ടിയ ചവിട്ടായതുകൊണ്ട് നല്ല വേദന എടുത്ത് എൻ്റെ കാല് പിടിച്ച് അവിടെ നിന്ന് കാറിക്കോവി വിളിച്ച് അലമ്പാക്കി. അലർച്ച കേട്ട് വീട്ടിലുള്ളവരെല്ലാം എൻ്റെ അടുത്തെത്തി ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജിത്തേട്ടൻ എന്നെ ചേർത്ത് പിടിച്ചു. എന്ത് പറ്റിയടി പെണ്ണേ, വേദന കുറവില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ആ സമയം കൊണ്ട് എൻ്റെ പാരനാത്തൂനെ നോക്കി കണ്ണുരുട്ടിയപ്പോൾ അവൾ എനിക്ക് ഇളിച്ച് കാണിക്കുന്നു. ബ്ലഡി പാരനാത്തൂൻ. ഞാൻ ആർക്കും മറുപടി കൊടുക്കാതെ എഴുന്നേറ്റ് പതുക്കെ നടക്കാൻ തുടങ്ങിയതും നാത്തൂൻ ജിത്തേട്ടനെ വിളിച്ചു. ഏട്ടത്തിയുടെ കാലും സ്റ്റെപ്പിലൊന്ന് തട്ടിയതാ. ഏട്ടത്തിക്കിപ്പോൾ നടക്കാൻ പറ്റുന്നില്ലെന്ന്. നാത്തൂൻ്റെ പറച്ചിൽ കേട്ട് ഞാൻ അന്തം വിട്ടിരിക്കുക. എൻ്റെ കാൽ ചവിട്ടി അരച്ചതും പോരാ, എന്നിട്ട് അവളുടെ പറച്ചിൽ കേട്ടില്ലേ? കള്ളം പറയുമ്പോൾ ഇവളുടെ മുഖത്ത് എന്തൊരു നിഷ്കളങ്കതയാ. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നോ ആവോ? എന്താ മോളെ ഇത്, എനിക്കൊന്ന് ശ്രദ്ധിച്ചൂടെ? അതമ്മേ, ഞാൻ പെട്ടെന്ന് ഫ്രഷാകാൻ വേണ്ടി കയറിയപ്പോൾ കാല് സ്ലിപ്പായതാ. ഞാൻ നിഷ്കുഭാവത്തിൽ മറുപടി പറഞ്ഞു നിർത്തിയതും ജിത്തേട്ടൻ എന്നെ ഞൊടിയിടയിൽ അങ്ങേരുടെ ഇരു കൈകളിലും കോരിയെടുത്ത് മുറിയിലേക്ക് നടന്നു. ഞാൻ അന്തം വിട്ട് ജിത്തേട്ടനെ നോക്കിയപ്പോൾ എൻ്റെ മുഖത്തോട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുക. ജിത്തേട്ടൻ്റെ നോട്ടം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും നാണം വന്നു. എന്നെ കൊണ്ട് വയ്യ. ജിത്തേട്ടൻ എന്നെയും കൊണ്ട് നടക്കുന്നതിനിടയിൽ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ നാത്തൂൻ പിരികം പൊക്കി ഇപ്പം എങ്ങനെയുണ്ടെന്ന രീതിയിൽ കാണിക്കുക. ഞാൻ അവളെ നോക്കി മനസ്സ് നിറഞ്ഞൊരു പുഞ്ചിരി സമ്മാനിച്ചു. ആ ലച്ചുപൂതൻ എന്നെ ചുട്ടരിക്കാനുള്ള ദേഷ്യത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഒന്ന് പോടി, നിന്റെ ഓലപ്പാമ്പ് കണ്ടൊന്നും ഞാൻ പേടിക്കൂല മോളെ. ജിത്തേട്ടൻ എന്നെ കട്ടിൽ കിടത്തിയിട്ട് എൻ്റെ മുഖം കൈകളിൽ കോരിയെടുത്ത് കവിളിലും നെറ്റി തടങ്ങളിലും ചുംബനങ്ങൾ കൊണ്ട് മൂടി. ഞാൻ എതിർക്കാനൊന്നും പോയില്ല. എന്തോ ഈ നിമിഷം ജിത്തേട്ടൻ്റെ സാന്നിധ്യം ഞാനും ആഗ്രഹിച്ചിരുന്നു. രാത്രിയിലത്തെ ഫുഡൊക്കെ ജിത്തേട്ടൻ തന്നെ എനിക്ക് വാരി തന്നത്. അതിനിടയ്ക്ക് നാത്തൂൻ വന്ന് ഒത്തിരി സോറിയൊക്കെ പറഞ്ഞു. ലച്ചുവിൻ്റെ ശരിക്കുമുള്ള സ്വഭാവം അവൾക്കറിയാവുന്നത് കൊണ്ട് ആ പൂതനക്കിട്ട് പണി കൊടുക്കാൻ നാത്തൂനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മനസ്സിനെന്തോ ഒരു സന്തോഷം. ആഗ്രഹിച്ചതെന്തും നേടിയെടുക്കുന്ന സ്വഭാവമാണ് ലച്ചുവിൻ്റെതെന്നും അതിനവൾ ഏതറ്റം വരെ പോകുമെന്നും നാത്തൂൻ പറഞ്ഞപ്പോൾ അവളെക്കുറിച്ച് ചെറുതായിട്ടൊരു പേടി മനസ്സിൽ കിടന്നു. ജിത്തേട്ടൻ്റെ മുൻപിൽ അവൾ വെറും പാവത്തെ പോലെയാണെന്നും അതുകൊണ്ട് ആ പൂതന എന്നോട് നേരിട്ടതുവരെ ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാകാത്തതെന്നും പറഞ്ഞു നാത്തൂന്. ഉറങ്ങാനാണെന്നും പറഞ്ഞ് ഒരു പോക്കങ്ങ് പോയി. കൂടെ എൻ്റെ മനസ്സമാധാനവും. ജിത്തേട്ടനെ അവൾക്ക് കിട്ടാത്തതിൻ്റെ ദേഷ്യം അവൾക്കുണ്ടെന്നും അവളുടെ ചില നേരത്തെ മുഖഭാവങ്ങളിൽ നിന്ന് എനിക്ക് വ്യക്തമായതാ. എൻ്റെ കണ്ണ, ഇനി ആ പൂതന എന്നെ കൊല്ലുവോ? എൻ്റെ ഗാഢമായ ചിന്ത കണ്ടുകൊണ്ടാണ് ജിത്തേട്ടൻ്റെ കടന്നുവരവ്. ഇതൊന്നും ഞാൻ അറിഞ്ഞതേയില്ല. പെട്ടെന്ന് ജിത്തേട്ടൻ എൻ്റെ കാതിനരികിലേക്ക് വന്നിട്ട്, ആരെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക? എൻ്റെ വൈഫി. ഞാൻ പെട്ടെന്ന് ഞെട്ടി ജിത്തേട്ടനെ തിരിഞ്ഞു നോക്കിയതും എൻ്റെയും ജിത്തേട്ടൻ്റെയും ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടി.
ഞാൻ പിന്നെയും ഷോക്കായി. ജിത്തേട്ടനെ തള്ളി മാറ്റി കുറച്ചുകൂടെ പുറകോട്ട് നീങ്ങിയിരുന്നു. ചമ്മൽ കൊണ്ട് എൻ്റെ മുഖം ചുവന്ന് തൊടുത്ത് ഞാൻ തല താഴ്ത്തിയിരുന്നു. ജിത്തേട്ടൻ എൻ്റെ അടുത്ത് വന്ന് അങ്ങേരുടെ വിരൽ തുമ്പ് കൊണ്ട് എൻ്റെ മുഖം പിടിച്ചുയർത്തി എൻ്റെ ഇരു കണ്ണുകളിലും മാറി മാറി ചുംബിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് എൻ്റെ മുഖം കൈകൊണ്ട് കോരിയെടുത്ത് എൻ്റെ കണ്ണുകളിലുള്ള ജിത്തേട്ടൻ്റെ നോട്ടം പതിയെ എൻ്റെ അധരങ്ങളിൽ പതിഞ്ഞു. ജിത്തേട്ടൻ്റെ നിശ്വാസം എൻ്റെ മൂക്കിൻ തുമ്പിൽ തട്ടുന്ന വിധത്തിലെത്തിയപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൾ പതിയെ അടച്ചതും ഡോറിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടതും ഞങ്ങൾ ഇരുവരും അകന്നു മാറി. ഛെ, എല്ലാം നശിപ്പിച്ച് ആരാണോ ഈ സമയത്ത്? ജിത്തേട്ടൻ്റെ ഈ പറച്ചിലും നിരാശയോടെയുള്ള മുഖഭാവം കണ്ട് എനിക്ക് ചിരി വന്നു. ഞാനത് പുറത്ത് കാണിക്കാതെ അടക്കി പിടിച്ചിരുന്നു. ജിത്തേട്ടൻ ദേഷ്യത്തോടെ വാതിൽ തുറക്കാൻ പോയപ്പോൾ ഞാനും അത് ആലോചിച്ചു. എന്നാലും ആരെ ഈ സമയത്ത്? ഡോറ് തുറന്നതും ആള് ജിത്തേട്ടനെ തള്ളി മാറ്റി എൻ്റെ അടുത്തേക്ക് വന്നു. അത് വേറെ ആരുമല്ല, എന്നെ ഈ അവസ്ഥയിലാക്കിയ പാര നാത്തൂനായിരുന്നു. അവൾ എന്നെ നോക്കി ഇളിച്ചുകൊണ്ടിരിക്കുക. അവളുടെ കയ്യിൽ എന്തോ ഉണ്ട്. പാത്രമാണെന്ന് തോന്നുന്നു. അല്ല, ഇവളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഞാൻ ചോദിക്കാനിരുന്നത് ജിത്തേട്ടൻ ചോദിച്ചു. ഡി, നീ എന്താ ഈ സമയത്ത് ഇവിടെ? നിനക്കുറക്കൊന്നുമില്ലേ? അതേട്ടാ, ഞാൻ ഏട്ടത്തിക്ക് ഈ കുഴമ്പ് പുരട്ടി കൊടുക്കാൻ വന്നതാ. ഏട്ടത്തിയുടെ കാല് വയ്യാത്തതല്ലേ, അതാ ഞാൻ. ഏട്ടത്തി, കാല് കാണിക്ക്, ഞാനിത് തേച്ച് തരാം. രാവിലെ ആകുമ്പോഴേക്കും ഏട്ടത്തിയുടെ കാലുവേദന പമ്പ കിടക്കും. എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് അവളുടെ പറച്ചിൽ കേട്ടില്ലേ? അല്ലേലും ഇതൊക്കെ അവൾ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയല്ല ചെയ്തത്, അതുകൊണ്ട് കുഴപ്പമില്ല. അവളെൻ്റെ കാലിൽ അത് തേക്കാൻ വന്നതും പെട്ടെന്ന് ജിത്തേട്ടൻ അത് പിടിച്ചു വാങ്ങി. ഇങ്ങേരിത് എന്തോന്നായി കാണിക്കുന്നേ? ഡി, നീ പോയി കിടന്നു, എൻ്റെ പെണ്ണ് ഞാനിത് പുരട്ടി കൊടുത്തോളാം. എന്നാൽ ശരി, ഞാൻ നിങ്ങളുടെ ഇടയിൽ കട്ടുറമ്പാവുന്നില്ല. എന്നേട്ടൻ്റെ പൊന്നുമോള് പോയി കിടന്നുറങ്ങിക്കോ. ജിത്തേട്ടൻ അവൾ പോയപ്പോൾ കഥകടച്ചൻ്റെ അടുത്ത് വന്ന് അത് പുരട്ടി തന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ ജിത്തേട്ടനെ പറ്റി ചേർന്ന് കിടക്കുമായിരുന്നു. കുറേ നേരം ജിത്തേട്ടനെ നോക്കിയിരുന്നിട്ട് ആ മൂർത്താവിൽ ഒരു ഉമ്മയും കൊടുത്ത് കുളിക്കാനായി ബാത്റൂമിലേക്ക് വേച്ചാണ് നടന്നത്. എന്നാലും നാത്തൂൻ്റെ ചവിട്ടിനൊക്കെ ഇത്രയും പവറുണ്ടോ? ജിത്തേട്ടൻ്റെ ഇന്നലത്തെ പുരട്ടിലും കാലിന് ഇപ്പോൾ വേദന കുറവുണ്ട്. ഞാൻ കുളിച്ച് ഈറനോടെ കണ്ണാടിയുടെ മുൻപിൽ ഒരുങ്ങി ഇരിക്കുമ്പോഴാണ് ജിത്തേട്ടൻ എന്നെ പുറകിൽ കൂടെ വന്ന് കെട്ടിപ്പുണർന്നത്. എന്താണ് മോനെ ഉദ്ദേശം? ദുരുദ്ദേശമാണ് മോളെ എന്ന് പറഞ്ഞ് എൻ്റെ മുടി വകഞ്ഞു മാറ്റി ജിത്തേട്ടൻ്റെ നിശ്വാസം എൻ്റെ കഴുത്തിൽ പതിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ചുംബനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു നിന്ന് എനിക്ക് ജിത്തേട്ടൻ്റെ പല്ലുകൾ എൻ്റെ കഴുത്തിൽ ആഴ്ന്നിറങ്ങിയപ്പോൾ ഒരു നിലവിളിയോടെ ഞാൻ ജിത്തേട്ടനെ തള്ളി മാറ്റി. എന്ത് പണിയാ ജിത്തേട്ടെ കാണിച്ചേ? എനിക്ക് ശരിക്കും വേദനിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ പെണ്ണെ, നിന്നെ കാണുമ്പോഴേ കടിച്ചു തിന്നാൻ തോന്നുവാ. ആഹാ, ഞാനെന്താ കടിച്ചു തിന്നാൻ പച്ചമാങ്ങയാണോ? നീ സമ്മതിച്ചാ നിന്നെക്കൊണ്ട് ഞാൻ പച്ചമാങ്ങ തീറ്റിക്കാം. എന്തേ നോക്കുന്നേ? ദേ മനുഷ്യ, രാവിലെ തന്നെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. വേണ്ടെങ്കിൽ വേണ്ട, അല്ലെങ്കിലും ആർക്ക് പോയി? നിനക്ക് പോയി. ഓ, ഞാനതങ്ങ് സഹിച്ചു. നീ പോയി സമയം കളയാതെ എനിക്കൊരു ചായ ഇട്ടുകൊണ്ട് വാ. പിന്നെ എനിക്കതിൻ്റെ പണിയല്ലേ, ഒന്ന് പോയേ. ഡി പെണ്ണെ, കളിക്കാതെ ചായ ഇട്ടുകൊണ്ട് വാ. എനിക്കിപ്പോൾ സൗകര്യമില്ല, നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്ക്. അല്ല പിന്നെ. ഡി പെണ്ണെ, നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടേ പോകൂ. ഓ പിന്നെ. ഒന്നാമത് ജിത്തേട്ടൻ എൻ്റെ കഴുത്തിൽ കടിച്ച ദേഷ്യം എനിക്കിപ്പോഴും വിട്ടു മാറിയിട്ടില്ല. അപ്പോഴേ അങ്ങേർക്ക് ഞാൻ ചായ ഉണ്ടാക്കി കൊടുക്കണം പോലും. പിന്നെ എൻ്റെ പട്ടി ഉണ്ടാക്കും ചായ. പെട്ടെന്നാണ്. ജിത്തു, ഇതാ പൂതനയുടെ സൗണ്ടല്ലേ? ഇവൽക്കെന്താ ഇപ്പോൾ? ജിത്തേട്ടൻ എന്നെ ഒന്ന് നോക്കിയിട്ട് പോയി ഡോറ് തുറന്നതും ആ പൂതന അകത്തോട്ട് വന്ന് ജിത്തേട്ടനെയും എന്നെയും നോക്കി ക്ലോസപ്പിൻ്റെ പരസ്യം കാണിക്കുക. ഓ, രാവിലെ തന്നെ ഇറങ്ങിക്കോളും മനുഷ്യൻ്റെ സ്വൈര്യം കളയാൻ. അവളുടെ കയ്യിലാണ് ഒരു ചായക്കപ്പും ഉണ്ട്. എന്താ ലച്ചു, രാവിലെ തന്നെ ഇങ്ങോട്ട്? എന്തെങ്കിലും ആവശ്യമുണ്ടോ? അതെന്താ ചിത്തു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എനിക്കിങ്ങോട്ട് വരാൻ പറ്റൂ. ഓ, പറഞ്ഞതുപോലെ എനിക്കിങ്ങോട്ട് വരണമെങ്കിൽ നിൻ്റെയും നിൻ്റെ പെണ്ണിൻ്റെയും പെർമിഷൻ വേണമല്ലോ. നീ ഇതൊക്കെ പറയാനാണോ ഇങ്ങോട്ട് വന്നത്? അത് ഞാൻ നിനക്കൊരു ചായ കൊണ്ടുവരാൻ വന്നതാ. നിൻ്റെ പെണ്ണിൻ്റെ കാലും വയ്യാത്തതല്ലേ, അതാ ഞാൻ തന്നെ വന്നേ. ഓ അല്ല, ഇതൊരു ചായ ഉള്ളല്ലോ. ഓ സോറി ജിത്തു, നിൻ്റെ പെണ്ണിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. എന്തായാലും ഇപ്പം നീ ഇത് കുടിക്ക്. നിൻ്റെ പെണ്ണിനുള്ളത് ഞാൻ വേറെ കൊണ്ടുവന്നോളാം. ശരി, താങ്ക്സ്. എനിക്കിതൊക്കെ കണ്ടിട്ട് പെരുവിരൽ മുതൽ ദേഷ്യം കയറിക്കൊണ്ടിരിക്കുക. ഇവള് മനഃപൂർവ്വം എനിക്ക് ചായ കൊണ്ട് വരാഞ്ഞതാ. ജിത്തേട്ടന് നേരത്തെ ചായ കൊണ്ട് കൊടുത്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇവൾ ഇങ്ങോട്ട് കെട്ടിയെടുക്കുമായിരുന്നു. ദേ, ആ മനുഷ്യൻ അവൾ കൊണ്ടുവന്ന ചായ ആസ്വദിച്ച് കുടിക്കുന്നു. ജിത്തേട്ടൻ ചായ കുടിക്കുന്നതും വായി നോക്കിയിരിക്കുക പൂതന. ചായ കുടിക്കുന്നതിനിടെ ജിത്തേട്ടൻ്റെ നോട്ടം എന്നിലേക്ക് വീണു. ഞാനപ്പോൾ ഒന്ന് ചിരിച്ചു കൊടുത്തു. പെട്ടെന്ന് ജിത്തേട്ടൻ എൻ്റെ അടുത്ത് വന്ന് ചായ വേണോ എന്ന് ചോദിച്ചു.
ജിത്തേട്ടൻ അത് തമാശക്കാണ് ചോദിച്ചതെങ്കിലും ഞാനത് സീരിയസ് ആയിട്ടെടുത്ത്. ജിത്തേട്ടൻ്റെ കയ്യിൽ നിന്ന് ബാക്കിയുണ്ടായിരുന്ന ആ ചായ വാങ്ങി ഞാൻ ഒറ്റയടിക്ക് കുടിച്ചു തീർത്തു. എന്നിട്ട് ഞാൻ ആ പൂതനയെ ഒന്ന് നോക്കി. അവൾ എന്നെ നോക്കി പല്ലിറുമ്പുന്നുണ്ട്. എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റൂ. ഞാൻ അവളെ നോക്കി ഒന്ന് പുച്ഛിച്ചു. ലച്ചു, ചായ സൂപ്പറാട്ടോ എന്നുകൂടെ പറഞ്ഞിട്ട് ജിത്തേട്ടനെ നോക്കി ജിത്തേട്ടൻ എൻ്റെ ചായം കണ്ടിട്ട് അന്തം വിട്ടിരിക്കുക. പാവം, ഞാൻ അങ്ങേർക്ക് ഒരു പിച്ചു കൊടുത്തപ്പോഴേ ബോധം വീണത്. പെട്ടെന്ന് ആ പൂതന എൻ്റെ നേരെ തിരിഞ്ഞ് ഒരു പുഞ്ചിരിയും ഫിറ്റ് ചെയ്ത് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. ഇപ്പം കാലുവേദന കുറവുണ്ടോ? കുറവുണ്ട്. അങ്ങനെയാണെങ്കിൽ തനിക്ക് വയ്യാത്ത കാലം വെച്ച് ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. സോ സാഡ്. ഏയ്, അത് കുഴപ്പമില്ല ലച്ചു. എനിക്കിതുപോലത്തെ വേദനയൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ജോലിയൊന്നും എനിക്കൊരു പ്രശ്നമല്ല. തനിക്ക് വയ്യാത്തതല്ലേ, അതുകൊണ്ട് കാലിലെ വേദന മാറുന്നത് വരെ വീട്ടിൽ ജോലിയൊന്നും ചെയ്യണ്ട. പിന്നെ ഇവിടെ താൻ മാത്രമല്ലല്ലോ, വേറെയും ആളുകളില്ലേ. സോ താൻ റെസ്റ്റ് എടുക്ക്. ജിത്തു, നിന്റെ അഭിപ്രായം എന്താ? ലച്ചൂട്ടി, അവൾക്ക് വെറുതെ ഇരിക്കുന്ന സ്വഭാവമില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനത്തെ ക്യാരക്ടറാണ് എൻ്റെ പെണ്ണിൻ്റെ. ജോലി ചെയ്യുന്നതൊഴിച്ച് വേറൊന്നും അവളുടെ തലയിൽ കയറൂല. നീ നിന്റെ പണി നോക്കി ലച്ചു. എന്താ ജിത്തു ഇത്? നിന്റെ പെണ്ണിൻ്റെ കാല് വയ്യാത്തതല്ലേ? അപ്പോൾ അവളോട് നീയല്ലേ റെസ്റ്റ് എടുക്കാൻ പറയേണ്ടത്? എന്നിട്ട് നീ എന്താ ഈ പറയുന്നത്? ഇവളെന്തിനാ എന്നോട് ഇത്ര സോഫ്റ്റായിട്ടൊക്കെ സംസാരിക്കുന്നത്? അതുപോലെ എനിക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്. എന്തോ ഉണ്ടല്ലോ ദൈവമേ.